ഹായ്, ആഫ്രിക്കയുടെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട അതിസുന്ദരമായ ഒരു ചെറുകഥ ദ ഗ്രീൻ ലീവ്സ് ബൈ ഗ്രേസ് ഓഗോട്ട്. Friends, here is a brief intro. Grace Ogot was a Kenyan author and politician. ഒരു കെനിയൻ എഴുത്തുകാരിയും രാഷ്ട്രീയക്കാരിയുമായിരുന്നു നമ്മുടെ ഗ്രേസ് ഓഗോട്ട്. She was one of the first African women to publish fiction in English. ഇംഗ്ലീഷ് ഭാഷയിൽ നോവലുകളും കഥകളും പ്രസിദ്ധീകരിച്ച ആദ്യത്തെ ആഫ്രിക്കൻ വനിതകളിൽ ഒരാളായിരുന്നു അവർ. Her works, including The Promised Land and The Green Leaves, often explored themes of tradition, modernity, and the challenges facing post-colonial Africa. The Promised Land, The Green Leaves എന്നിവയുൾപ്പെടെയുള്ള അവരുടെ കൃതികൾ മിക്കപ്പോഴും പാരമ്പര്യം, ആധുനികത, പോസ്റ്റ് കൊളോണിയൽ ആഫ്രിക്ക അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ എന്നിവയുടെ പ്രമേയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. Well friends, this is a brief intro. Now take a look at a brief summary, a synopsis. In Grace Ogot's The Green Leaves, a rural African village is disturbed by the arrival of a thief. Grace Ogotന്റെ The Green Leaves എന്ന കഥയിൽ ഒരു ഗ്രാമീണ ആഫ്രിക്കൻ ഗ്രാമം ഒരു കള്ളന്റെ വരവോടുകൂടി എങ്ങനെ അസ്വസ്ഥമാകുന്നു എന്ന് നമ്മോട് പറയുന്നു. After the villagers kill him, they discover he is not alone. ഗ്രാമവാസികൾ ആ കള്ളനെ കൊല്ലുന്നു, എന്നാൽ അവൻ തനിച്ചല്ലെന്ന് അവർ മനസ്സിലാക്കുന്നു. Two more thieves are found, one dead and the other unconscious. രണ്ട് മോഷ്ടാക്കളെ കൂടി അവർ കണ്ടെത്തുന്നു. ഒരാൾ മരിച്ചു, മറ്റൊരാൾ അബോധാവസ്ഥയിലാണ്. When the villagers leave to fetch the authorities, Nyagar, driven by greed, returns to loot the bodies. പോലീസിനെ കൊണ്ടുവരാൻ ഗ്രാമവാസികൾ പോകുമ്പോൾ അത്യാഗ്രഹിയായ ന്യാഗർ എന്ന കഥാപാത്രം മൃതദേഹങ്ങൾ കൊള്ളയടിക്കാൻ തുടങ്ങുന്നു. However, the supposedly dead thief is still alive and kills Nyagar. എന്നാൽ മരിച്ചെന്ന് കരുതിയ കള്ളൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അയാൾ ന്യാഗറിനെ കൊല്ലുന്നു. ഇതാണ് കഥ. The story explores themes of greed, communal living, and the consequences of one's action in a close-knit community amidst the backdrop of a remote natural setting. സാമുദായിക ജീവിതം, മനുഷ്യന്റെ അത്യാഗ്രഹം അങ്ങ് വളരെ ദൂരെയുള്ള പ്രകൃതിദത്തമായ ഒരു പശ്ചാത്തലത്തിൽ ഇഴയെടുപ്പമുള്ള ഒരു സമൂഹത്തിലെ ഒരാളുടെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലങ്ങൾ, ഇക്കാര്യങ്ങളാണ് നമ്മുടെ ദ ഗ്രീൻ ലീവ്സ് എന്ന കഥ നമ്മോട് പറയുന്നത്. വെൽ ഫ്രണ്ട്സ്, ദിസ് ഈസ് എ സിനോപ്സിസ്. നൗ ടേക്ക് എ ലുക്ക് അറ്റ് ദ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്. ഹിയർ ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 1. വാട്ട് ഹാപ്പൻഡ് ടു ദ ഫസ്റ്റ് തീഫ്? ആദ്യത്തെ കള്ളന് എന്ത് സംഭവിച്ചു എന്നാണ് ചോദ്യം. In Grace Ogot's short story, The Green Leaves, the first thief was attacked by villagers while stealing cattle and was left for dead beneath a pile of green leaves. ഈ ചെറുകഥയിൽ കന്നുകാലികളെ മോഷ്ടിക്കുന്നതിനിടെ ഗ്രാമീണർ ആക്രമിച്ച ആദ്യത്തെ കള്ളനെ പച്ച ഇലകളുടെ കൂമ്പാരത്തിനടിയിൽ ചത്ത നിലയിൽ ഉപേക്ഷിച്ചു. However, he later regained consciousness, but ultimately he died when a villager struck him on the head with a club. എന്നാൽ പിന്നീട് അയാൾ ബോധം വീണ്ടെടുത്തു. പക്ഷേ ഒടുവിൽ ഒരു ഗ്രാമവാസി അയാളുടെ തലയിൽ ഒരു വലിയ വടി കൊണ്ടടിക്കുകയും അയാൾ കൊല്ലപ്പെടുകയും ചെയ്തു. Well, this is short answer question number 1. Now friends, take a look at short answer question number 2. How did Omoro get injured? ഒമോറോയ്ക്ക് എങ്ങനെയാണ് പരിക്കേറ്റത്? ഇതാണ് ചോദ്യം. Now take a look at the answer. In The Green Leaves, Omoro got injured during the confrontation with the cattle thieves. He got injured when one of the thieves stabbed him. ദ ഗ്രീൻ ലീവ്സ് എന്ന കഥയിലെ ഒമോറോ എന്ന കഥാപാത്രത്തിന് പരിക്കേറ്റത് കന്നുകാലി മോഷ്ടാക്കളുമായുള്ള ഏറ്റുമുട്ടലിനിടെയാണ്. മോഷ്ടാക്കളിൽ ഒരാൾ
നമ്മുടെ ഒമോറോയെ കുത്തിയതിനെ തുടർന്നാണ് അയാൾക്ക് പരിക്കേറ്റത്? ഇതാണ് ഉത്തരം. Now friends, take a look at short answer question number 3. What was Omoro's instruction to the clan about the third thief? മൂന്നാമത്തെ കള്ളനെക്കുറിച്ച് ഒമോറോ തൻ്റെ ഗോത്രവംശത്തിന് നൽകിയ നിർദ്ദേശം എന്തായിരുന്നു? ഇതാണ് ചോദ്യം. ഒമോറോ ഇൻസ്ട്രക്റ്റഡ് ദ ക്ലാൻ ടു ലീവ് ദ തേർഡ് thief's body untouched until the authorities arrived. He asked them not to tamper with the scene to avoid legal repercussions. അധികാരികൾ എത്തുന്നതുവരെ മൂന്നാമത്തെ കള്ളന്റെ മൃതദേഹത്തിൽ ആരും തൊടരുതെന്ന് ഒമോറോ അവർക്ക് നിർദ്ദേശം നൽകി. നിയമപരമായ പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കാൻ അവിടെ ഒന്നും തൊട്ടേക്കരുത് എന്ന് അദ്ദേഹം അവരോട് കർശനമായി ആവശ്യപ്പെട്ടു. ഇതാണ് ഉത്തരം. Now friends, take a look at short answer question number 4. What were the mixed emotions of Niagar regarding the dead body of the thief? കള്ളന്റെ മൃതദേഹം സംബന്ധിച്ച് ന്യാഗറിന്റെ സമ്മിശ്ര വികാരങ്ങൾ എന്തായിരുന്നു എന്നാണ് ചോദ്യം. Now take a look at the answer. Niagar felt a mix of fear and curiosity regarding the dead body of the thief. കള്ളന്റെ മൃതദേഹത്തെക്കുറിച്ച് ന്യാഗറിന് ഭയവും ജിജ്ഞാസയും ഇടകലർന്ന വികാരങ്ങളാണ് അനുഭവപ്പെട്ടത്. He was fearful of the supernatural consequences but also curious about the wealth the thief might have stolen. പ്രകൃത്യാതീതമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അയാൾ ഭയപ്പെട്ടിരുന്നു. എന്നാൽ കള്ളൻ അപഹരിച്ചേക്കാവുന്ന സമ്പത്തിനെക്കുറിച്ച് അദ്ദേഹത്തിന് ജിജ്ഞാസയും ഉണ്ടായിരുന്നു. ഇതാണ് ഉത്തരം. Now, short answer question number 5. What was Niagar's real intention with the dead body of the thief? കള്ളന്റെ മൃതദേഹത്തെ സംബന്ധിച്ച് ന്യാഗറിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്തായിരുന്നു? ഇതാണ് ചോദ്യം. Now here is the answer. Niagar's real intention with the dead body of the thief was to steal the thief's money. He was driven by greed, hoping to find valuable items on the body. കള്ളന്റെ മൃതദേഹവുമായി ബന്ധപ്പെട്ട് ന്യാഗറിന്റെ യഥാർത്ഥ ഉദ്ദേശം കള്ളന്റെ പണം അപഹരിക്കുക എന്നത് തന്നെയായിരുന്നു. ആ ശവശരീരത്തിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ കണ്ടെത്തുമെന്നുള്ള പ്രതീക്ഷയിലുള്ള അത്യാഗ്രഹം അവനെ നയിക്കുകയായിരുന്നു. ഇതാണ് ഉത്തരം. Now friends, take a look at short answer question number 6. How did the crowd respond to the queries of the European police officer? യൂറോപ്യൻ പോലീസ് ഓഫീസറുടെ ചോദ്യങ്ങളോട് ജനക്കൂട്ടം എങ്ങനെയാണ് പ്രതികരിച്ചത്? ഇതാണ് ചോദ്യം. Now here is the answer. The crowd responded to the European police officer's queries with fear and silence, avoiding direct answers. ജനക്കൂട്ടം യൂറോപ്യൻ പോലീസ് ഓഫീസറുടെ ചോദ്യങ്ങൾക്ക് നേരിട്ടുള്ള ഉത്തരങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഭയത്തോടെയും നിശബ്ദതയോടെയും പ്രതികരിച്ചു. They were hesitant to speak openly about the incident. സംഭവത്തെക്കുറിച്ച് തുറന്നു പറയാൻ അവർ മടിച്ചു. ഇതാണ് ഉത്തരം. Now friends, take a look at the last short answer question. How did Nyamunde react to the police after identifying Niagar's body? നിയാഗറിന്റെ മൃതദേഹം തിരിച്ചറിഞ്ഞതിന് ശേഷം ന്യാമുണ്ടെ പോലീസിനോട് എങ്ങനെയാണ് പ്രതികരിച്ചത്? ഇതാണ് ചോദ്യം. Now here is the answer. After identifying Niagar's body, Nyamunde reacted with the shock and grief. He wailed loudly and collapsed to the ground. ന്യാഗറിന്റെ മൃതദേഹം തിരിച്ചറിഞ്ഞ ശേഷം ന്യാമുണ്ടെ ഞെട്ടലോടെയും സങ്കടത്തോടെയും പ്രതികരിച്ചു. അവൻ ഉറക്കെ കരഞ്ഞു, എന്നിട്ട് നിലത്ത് ഉരുണ്ടു വീഴുകയും ചെയ്തു. ഇതാണ് ഉത്തരം. Well friends, this is the end of the video. Thank you for watching. See you soon with another video. Until then, bye bye.